ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകുന്ന വഴിക്കാണ്. അതിന് ആ പോകുന്ന വഴിക്ക് കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെയും കൂടെ കയറുന്നേ ഉള്ളൂ. അപ്പം അതിലൊന്നാണ് കുമാരകോവിൽ. എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കസിൻ സിദ്ധിയും പിന്നെ നമ്മുടെ പഴയ ശംഖുവും അപ്ഡേറ്റ്സിലെ ദേവനും. അപ്പം നമ്മൾ ഇന്ന് ശംഖുവും പിന്നെ നാളെ കന്യാകുമാരി ഇന്ന് സൺസെറ്റ് കാണുന്നതിന് മുന്നേ കാണാൻ പറ്റുമോ നോക്കട്ടെ. ചിലപ്പോഴേ കാണാൻ പറ്റൂ, അത് വേറെ കാര്യം. വെതർ ശരിയല്ലല്ലോ. ഇപ്പൊ നമ്മള് കുമാരകോവിൽ വരുന്ന വഴിക്ക്, വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ മൗണ്ടെയിൻസും കുറെ ലേക്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ സീൻസ് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ അന്നദാനം, ഈ കുമാരകോവിൽ അന്നദാനം ഉണ്ട്. അപ്പൊ അത് കഴിക്കാനുള്ള ക്യൂവിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കും. അന്നദാനം അല്ലായിരുന്നു ഗൈസ്, പഞ്ചാമൃതം എന്നും പറഞ്ഞൊരു സാധനമാണ്. ഇവിടെ കുറെ കുരങ്ങന്മാരുണ്ട്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ കാണിച്ചു തരാം. അത് പഞ്ചാമൃതം പോയി ഗൈസ്. ഒരു കുരങ്ങൻ അത് എന്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി ഗൈസ്. ഇത് കുമാരകോവില് പ്രസാദം ഒരു കടയിൽ മേടിക്കാൻ കിട്ടും. അതാണ് സർക്കസ് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഗൈസ്. അപ്പം നമ്മൾ കുമാരകോവിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം അരൽവൈ മൊഴി എന്ന് പറയുന്ന ഒരു മൗണ്ടൻസിലോട്ടാണ് പോകുന്നത്. അവിടെ 3 കിലോമീറ്റേഴ്സിന്റെ മേലോട്ട് നടക്കാറുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ പറഞ്ഞ ആ മലയിലെത്തിയിട്ടുണ്ട്. ഇതിന്റെ മേളിലൊരു ടെമ്പിളാണ്. ഇവിടെ ഭയങ്കര മഴയാണ്, പക്ഷെ മേളിലെത്തിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ സീൻസ് ആയിരിക്കും. ഭയങ്കര കുറെ നല്ല ദൃശ്യം കാണും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തീർത്ഥാടന ദേവൻ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. കുറെ സ്റ്റെപ്പാണ്. പിന്നെ ഞാൻ മേളിൽ നിന്ന് നോക്കുവാണെങ്കിൽ അത്രേ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഇത്രയും ഹൈറ്റ് ഉള്ള സ്ഥലമാണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ട്രെക്കിംഗ് ആയിരിക്കും. നല്ല ടഫാണ് ഗൈസ്. 3 കിലോമീറ്റർ, അതും ഈ മഴയത്തെ വൈബ്. ഈ നല്ല വെതറാണ്. അപ്പം നടന്ന് നമുക്കങ്ങ് പോവാം. നമുക്ക് ഹിസ്റ്ററിയും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നടന്നു പോവാം ഗൈസ്. ഇവിടെ ഭയങ്കര ബഹളമാണ് ഗൈസ്. ദേവൻ, മിസ്റ്റർ ദേവൻ ഉള്ളത് ഈ മല വൈബ് സാധനം. നമ്മളെ വാഗമണ്ണിൽ ഈ മഴയത്ത് പോണം. വാഗമണ്ണിൽ ഇപ്പൊ തണുത്ത സമയത്ത് വാഗമണ്ണിൽ പോയി വേണം. നമ്മൾ ഈ 3 കിലോമീറ്റർ നിർത്താൻ നടക്കാൻ പോവാണ്. കമോൺ ഗൈസ്. വലിയൊരു ഇതാണ് നമ്മുടെ ആട്ടിൻകുട്ടി. നമ്മുടെ ആട്ടിൻകുട്ടി, പ്രയാഗ ആട്ടിൻകുട്ടി. കേറി പൊക്കോണ്ടിരിക്കുക സുഹൃത്തുക്കളെ. 3 കിലോമീറ്റർ നടക്കണം. 3 കിലോമീറ്റർ ഡിഫിക്കൽട്ട് ആണോ അതോ ലെമൺ സ്ക്വീസി പീസി ആണോ? ഞാൻ നടന്നിട്ട് കാണിച്ചു തരാം. സ്ഥലം മാറിയെന്ന് തോന്നുന്നു. ഞങ്ങൾ പെട്ടെന്ന് ക്യാമറമാനും ഞാനും ചമ്മി ഗൈസ് പെട്ടെന്ന് ഇതാണ് ഇവിടുത്തെ പെട്ടെന്നായി. പക്ഷെ ഞാൻ ഇവിടുത്തെ കുറച്ച് സീൻസ് കാണിച്ചു തരാം. ഇതാണോ കറക്റ്റ് സ്ഥലമെന്ന് എനിക്കറിയില്ല, തെറ്റി വന്നതാണെന്ന് തോന്നുന്നു. വെയിറ്റ്, ഭയങ്കര കോളാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരു സന്തോഷ വാർത്ത, നമ്മള് വന്ന കോവിൽ മാറിപ്പോയിരിക്കുന്നു. നമ്മൾ പോണ കോവിൽ സീറ്റില്ല, ഒന്നുമില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ആണ്. ഇവിടെ കുറെ എന്താ പറയാ ഗോഡ്സ് ഒക്കെ ഉണ്ട്. കാരണം കുറെ ഉണ്ട്. അവരിവിടെ തിന്നാൻ വന്നേക്ക് വന്നു. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സീൻസ് ആണ്. ഇതാണോ ടെമ്പിൾ, അത് ഇനി വേറെ ആണോ ടെമ്പിൾ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ. ഷമ്മി ഗൈസ്, ഇതല്ല സ്ഥലം. ആ സ്ഥലത്ത് പോകാനും പറ്റില്ല, കാരണം ഭയങ്കര ഇടിയും മിന്നലാണ്. ഇവിടെ സൂപ്പറാണ്. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഗൈസ്. നിങ്ങളൊന്ന് നോക്കൂ ഗൈസ്. നമുക്ക് വെള്ളാമല കയറാൻ പറ്റിയില്ല, മഴ റിസ്ക് ആയിപ്പോയി. ഇനിയിപ്പോ ഫുഡ് കഴിച്ച് ഞാൻ കന്യാകുമാരി, ബാക്കി വീഡിയോ അവിടെ വെച്ച്.
ഇതെല്ലാം നല്ല ഫാംസ് ആണ്. ഫാമിങ്, അഗ്രികൾച്ചർ. തമിഴ്നാട്ടിൽ ഫ്ലാറ്റ് ലാൻഡ്സ് ആയതുകൊണ്ട് നല്ല അഗ്രികൾച്ചർ ഉണ്ട്. ഗൈസ്, ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സീൻസാണ്. എന്ത് രക്ഷയാന്ന് നോക്ക്, ഒരു രക്ഷയില്ല. ഗൈസ്, ഞങ്ങൾ ഓൺ ദ വേ ടു കന്യാകുമാരിയാണ്. ഞങ്ങളിപ്പം കഴിക്കാനൊരു ഹോട്ടലിലെത്തി. ഇത് അത്യാവശ്യം വലിയൊരു ഹോട്ടലാണ്. ഞാൻ നെയിം കാണിച്ചു തരാം. ശ്രീ അതിഥി ഭവൻ, വെജ് ആൻഡ് നോൺ വെജ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ബാക്കി ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് നമ്മളിപ്പം വെയിറ്റിംഗിലാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ ശ്രീ അതിഥി കോഫി ബേക്കറി ഒന്ന് ചെക്കൗട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ ചമ്മി ഇരിക്കുകയാണ്. അത് ബേക്കറി അല്ല, അവിടെയാണ് കോഫിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചമ്മിയില്ല ഗൈസ്, ഇത് ബേക്കറിയാണ്. ഇവിടെ കുറെ ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നു. പോളിസോണ്, പിന്നെ ബാക്കിയുള്ള നോർമൽ തിങ്, പിന്നെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ ബേക്കറി ഐറ്റംസ്, പിന്നെ ഇവിടെ വേറെന്തോ വൈനാണെന്ന് തോന്നുന്നു, അതുമുണ്ട്. പിന്നെ ലസ്സി, ഫലൂഡ, ബർഗേഴ്സ്, അതെല്ലാം ഉണ്ട്. നമ്മളിതാ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് എത്തുകയാണ്. കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ സ്മാരകം. ഇത് വേറെ ഏതോ സ്ഥലമാണ് ഗൈസ്. ഞാൻ മിൽക്ക് ഒക്കെ കുടിച്ച് നമ്മളെ ചില്ലടിച്ച് ചായ കുടിച്ച് മിൽക്ക് നല്ലൊരു ഇവിടെ എവിടെ ചെന്നാൽ നമ്മളെ കാണാൻ എന്റെ സാധനം എടുത്ത് കുടിച്ചോണ്ടിരിക്കുവാണ്. നല്ലൊരു എസ്തെറ്റിക് പ്ലേസ് ആണ് ഇത്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒന്നുമില്ല, നമുക്ക് ഗൈഡ് വരെ ഉണ്ട്, അതാണ് VIP. നല്ല പീസ്ഫുൾ ആണ്. പിന്നെ സ്വാമി വിവേകാനന്ദയുടെ കുറെ കോട്ട്സും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നല്ല രസമാണ്. പിന്നെ ഇവിടെ സ്റ്റേ ഉണ്ട്. പിന്നെ കുറെ ഗൈസ്, ഹായ്. അപ്പം ഇപ്പൊ രാത്രി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന് ഇടയ്ക്ക് മറ്റേ വിവേകാനന്ദയിൽ ഭയങ്കര മഴയായോണ്ട് അങ്ങനെ കുറെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതാണ് നമ്മളിപ്പം ബീച്ചിലേക്കാണ് പോകുന്നത് കേസ്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര തണുപ്പുമായിരുന്നു. ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, പിന്നെ ആൾക്കാരൊന്നും കാണുന്നില്ല. നിങ്ങളെ കാണിച്ചാൽ ഒരു നിഗൂഢമായ ഒരു സ്ഥലം പോലെയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇച്ചിരി നിഗൂഢതയാണ്. ദേവൻ ഇച്ചിരി ഇളകിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതുവരെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ഗൈസ്. ഒരു സെക്കൻഡ് ഞാൻ ഫ്ലാഷ് ഒന്ന് അടിക്കട്ടെ ഗൈസ്. ഇത് ഭയങ്കര നിഗൂഢമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ തന്നെ നോക്കൂ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിയുമാണ്, നല്ല ബ്യൂട്ടിയാണ്. പക്ഷെ സീസൺ ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ തിരക്കായിട്ട് ഇതാവും. ഞങ്ങൾ 12 o'clock വരെ ഇവിടെ സ്റ്റേ ചെയ്യാൻ, ഇവിടെ ബീച്ചിൽ നിൽക്കാൻ നോക്കുകയാണ്. നടക്കുമെന്ന് തോന്നില്ല. അത് നാളെ അവർക്കൊരു സസ്പെൻസ് ആവട്ടെ. സസ്പെൻസ്. പട്ടി മിണ്ടാ. ഗൈസ്, ഇവിടെ നൈറ്റിൽ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒക്കെ ചെറിയൊരു ഗ്ലിംസ് കാണാൻ പറ്റും. പക്ഷെ രാവിലെ 5 o'clock ഒക്കെ ആകുമ്പോൾ നല്ല ബ്യൂട്ടി ആയിരിക്കും. ഇവിടെ ഇച്ചിരി ലൈറ്റുള്ള ഏരിയ ആണ്. പക്ഷെ പ്രോപ്പർ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയും ആൾക്കാർ കുറവാണ്. പക്ഷെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ബ്യൂട്ടിയാണ്. ഇവിടെ ചെറിയൊരു മണ്ഡപം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. അതിപ്പം ഞങ്ങൾ അവിടെ തെന്നില്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഇത് വല്ലാത്തൊരു ഇതായിരുന്നു. ഇത്രയും ഡേർട്ടി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങൾ. ഇപ്പം നമുക്ക് ദേവന്റെ കുറച്ച് സുനാമി മെമ്മോറിയൽ പാർക്ക് കേൾക്കാം. സുനാമി മെമ്മോറിയൽ പാർക്കിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻസ്. അപ്പം അത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നതായിരിക്കും. അതിന്റെ ലിങ്കും ഞാൻ ഇതിനകത്ത് ഇരുന്നതായിരിക്കും, അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം. ഗൈസ്, ശംഖുമുഖത്തില് പരിമളം നിറഞ്ഞു നിൽക്കുന്ന കന്യാകുമാരി പരിമളം വായുവിൽ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ. തണുത്തു പെയ്യുന്ന മഴ.
ഈ മഴ കണ്ട് എൻ്റെ ഉള്ളിലെ മുന്തിരി നീർ പതഞ്ഞു പൊന്തുന്നു. ഇന്നലെ പോയവരെല്ലാം ഈ മഴയിലൂടെ തിരിച്ചു വരുന്നതായി. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്നലെ ബീച്ചിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് ഹോട്ടൽ റൂമിൽ എത്തിയപ്പോഴത്തേക്കും 12 o'clock ആയി. അതുകൊണ്ട് ഇന്നലെ ഔട്ട്രോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഔട്ട്രോ എടുക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.